അപ്പോൾ കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവളെ കൊണ്ടുപോവാണ് ബാംഗ്ലൂർ പോലീസ്. കൂടെ ഞങ്ങളും കൂടെ പുറകിൽ ഞങ്ങളും പോയി. കോടതി എന്താണെന്ന് മനസ്സിലാക്കി പ്രോസിക്യൂട്ടറെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള കടലാസ് ഞാൻ അഫിഡവിറ്റൊക്കെ ഒപ്പിടിച്ച് നിർത്തി. അപ്പോൾ CI നേരിട്ട് മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ കയറി ഇവളെ ഹാജരാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ബാംഗ്ലൂർ മജിസ്ട്രേറ്റ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ CI അവിടെ മജിസ്ട്രേറ്റിനെ കണ്ട് പുറത്ത് റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് കാണണമെന്ന് പറഞ്ഞ് അവിടെ സ്റ്റാഫിനോട് പറഞ്ഞ് ഞാൻ കയറി. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അവിടെ ഒരു കേസുണ്ട്, ഇതാണ് അവിടുത്തെ കേസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള 2-3 വകുപ്പുകൾ ഈ കുട്ടികളെ സംരക്ഷിച്ചില്ല, രക്ഷിതാവ് എന്നുള്ളവർക്ക് സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളവർക്ക് 2-3 വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത ആ റിപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിരുന്നത്. ഞാൻ അതും വെച്ചിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി മജിസ്ട്രേറ്റിന് കൊടുത്തു. ഇത് അതിലെ പ്രതിയാണ്. ഈ പ്രതിയെ അവിടെ ഹാജരാക്കാനുള്ള ട്രാൻസിറ്റ് വാറൻ്റാണ് എനിക്ക് വേണ്ടത് എന്ന് ഞാൻ മജിസ്ട്രേറ്റിന് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റ് എന്നെ അവിടെ നിർത്തിയിട്ട് ബാംഗ്ലൂർ റെയിൽവേ മജസ്റ്റിക് പോലീസ് സ്റ്റേഷൻ്റെ ആ ചാർജുള്ള CIനെ വിളിച്ചു. CIനെ വിളിച്ചിട്ട് എന്നോട് പുറത്തു പോകാൻ വേണ്ടി നിന്നിട്ട് അയാളോട് പറഞ്ഞ് ഞാൻ കേട്ടു, നിങ്ങൾ FIR ഒന്നും ഇടാതെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കല്ലേ, എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഇല്ലീഗൽ കസ്റ്റഡി അല്ലേ? നിങ്ങൾ ഒരാളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിടാവുന്നതല്ലേ ഉള്ളൂ. കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ FIR വേണ്ടേ? ഏതെങ്കിലും തരത്തിലുള്ള സുവമോട്ടോ FIR വേണ്ടേ? അവിടെ കേരളത്തിൽ നിന്ന് വന്ന പോലീസിന് അവിടെ FIR ഉണ്ട്, സ്പെസിഫിക് ഒഫൻസ് അവിടെ ഉണ്ട്, അവരിവിടെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് തന്നത് ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, നിയമപ്രകാരം നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞമാരെ വെറുതെ വിടാനും കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അത് കസ്റ്റഡിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അയാൾ സ്വതന്ത്രമായിട്ട് വിടണം എന്നാണത്രേ അയാൾ എഴുതി കൊടുത്തിരുന്നത്. CIനെയും എന്നെയും കൂടെ നിർത്തി വനിതാ പോലീസിനോട് സഫൂറെ ഹാജരാക്കാൻ പറഞ്ഞു. സഫൂറെ കൊണ്ടുവന്നു. സഫൂറയോട് ചോദിച്ചു എന്താണ് കാര്യം എന്താണെന്ന് ചോദിച്ചു. സന്തോഷപ്പാരം ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിയതാണെന്ന് ഒരു മലയാളത്തിൽ പറഞ്ഞു. കന്നഡയിൽ പറയാൻ പറഞ്ഞു, കുറേശ്ശെ പറഞ്ഞു. ഇംഗ്ലീഷ് അറിയാൻ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. ബാംഗ്ലൂർ പോലീസ് ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പക്ഷെ നിന്നെ കസ്റ്റഡിയിലാണ് ഇവിടെ പയ്യോളി പോലീസ് ആവശ്യപ്പെട്ടുള്ളത്, നിന്നെ അവിടെ ഹാജരാക്കാനുള്ള ട്രാൻസിറ്റ് അവിടെ എത്താനുള്ള യാത്രയ്ക്കുള്ള വാറണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് തരികയാണ് എന്ന് പറഞ്ഞു. ആ ശരി എന്നും പറഞ്ഞ് അവൾ പറഞ്ഞു. അവളെ മൊഴി ചെറുതായിട്ടൊന്ന് രേഖപ്പെടുത്തിയിട്ട് മജിസ്ട്രേറ്റ് അങ്ങനെ ഞങ്ങൾക്ക് കസ്റ്റഡി ഓർഡറാക്കി. അത് പിന്നീട് ടൈപ്പ് ചെയ്ത് കിട്ടി. ഞങ്ങൾക്കൊരു 7-8 മണിയായി ടൈപ്പ് ചെയ്ത് അവിടെ നിന്ന് ഓർഡർ കിട്ടിയപ്പോഴേക്ക്. അങ്ങനെ 8 മണിക്ക് കിട്ടി. അവിടുത്തെ പോലീസ്, വനിതാ പോലീസ് അടക്കം ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ അവിടെ 8 മണി വരെ അവിടെ കാത്തു നിന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കസ്റ്റഡി നിന്നു. റെയിൽവേ പോലീസ് അവിടുന്ന് പോയി. ഞാൻ വേറെ അപേക്ഷ എഴുതി കൊടുത്തു. റെയിൽവേയുടെ ജൂറിസ്ഡിക്ഷൻ കഴിയുന്നത് വരെ ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനുള്ള പ്രൊട്ടക്ഷൻ വനിതാ പോലീസ് അടക്കമുള്ള പോലീസുകാരുടെ സംരക്ഷണം തരണം. അതുപോലെ ലോക്കലുള്ള അവിടുത്തെ SHO ഉണ്ടായിരുന്നു വേറെ പോലീസ് സ്റ്റേഷൻ, അവിടെയും ഞാനൊരു എഴുത്ത് കൊടുത്തയച്ചു. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടുന്ന് കോടതിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. അവർ 2 പോലീസിനൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങൾ അവസാനം 8 മണിക്ക് ഓർഡർ കിട്ടി. ബാംഗ്ലൂരിലെ മലയാളി സമാജം പ്രവർത്തകർ പറഞ്ഞു എന്തായാലും ഇനി ഈ ബാംഗ്ലൂർ സിറ്റി കർണാടക വിടുന്നത് വരെ ഞങ്ങൾ സാറിൻ്റെ മുമ്പിലും പുറകിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അടിച്ച് മിന്നി പോവുകയാണ്. മുമ്പിൽ ഇവർ 2 കാറ് മലയാള സമാജം പ്രവർത്തകർ, പുറകിൽ 3-4 വണ്ടിയും വെച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾക്കൊരു സംരക്ഷണം നൽകുക അവരുടെ സമാധാനത്തിന്. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ സമാധാനത്തിന് അവർ നേരെ വന്ന് കർണാടക കഴിഞ്ഞതിന് ശേഷം രാത്രി 12 മണിക്ക് ശേഷമാണ് അവർ പിരിഞ്ഞു പോയത്. എന്നിട്ട് ഞങ്ങൾ 12 മണിക്ക് ശേഷമാണ് ഞങ്ങൾ സഫൂറൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ പിന്നെ രാവിലെ ഇവിടെ എത്തിയത്. രാവിലെ നേരെ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ വന്ന് അവളെ അവിടെ നിർത്തി അവൾക്കൊരു ചായയൊക്കെ കൊടുത്ത് ഒന്ന് ഫ്രഷായി എല്ലാവരും വരാമെന്ന് പറഞ്ഞ് വനിതാ പോലീസിനൊക്കെ ആക്കി പോയി. ഞാനൊരു 8 മണിക്ക് വീണ്ടും വന്ന് അവളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പയ്യോളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യാനിരിക്കുക. സഫൂറയെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സഫൂറ വന്നിട്ട് ഇങ്ങനെ ഒറ്റ ചിരി എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, നീ അഭിനയിക്കൊന്നും വേണ്ടായിരുന്നു, ഞാൻ ഒരൊറ്റ ഒന്നാണ് തന്നാൽ കാണാൻ എന്നൊക്കെ ആംഗ്യം കാണിക്കണു. ഞാൻ വനിതാ പോലീസിനോട് പറഞ്ഞു ഇവളെ നല്ല ഒന്ന് കൊണ്ടുപോയി ഒന്ന് ഉറക്കെ 11 മണിക്ക് ഹാജരാക്കാം, നല്ല തലയിൽ കൂടെ വെള്ളമൊഴിച്ചൊന്ന് കുളിപ്പിച്ചിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുത്തൊന്ന് ഉറക്കെന്ന് പറഞ്ഞു. നല്ല ഉറക്കമൊഴിച്ചിട്ടുണ്ടാവുക, ഉറക്ക ക്ഷീണം കൊണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ച്. എനിക്കൊരു സംശയം തോന്നി. ഞാൻ DYSPയോടും SP പറഞ്ഞു, സാർ അവൾക്ക് എന്തോ ഒരു പന്തികേടുണ്ട്, വളരെ ടെൻഷൻ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന ആൾ ടെൻഷനും ബഹുമാനമൊക്കെ എന്നോട് കാണിച്ചിരുന്ന ഇതുവരെ, ഇപ്പോൾ ഈ രീതിയിൽ വന്നപ്പോൾ എനിക്കൊരു സംശയം
എന്തുണ്ട്, അപ്പോൾ ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഡോക്ടർ എന്തായാലും ഇവിടെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പേ ഡോക്ടറെ കാണിച്ചിട്ട് ഹാജരാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നേരെ 11 റിപ്പോർട്ടൊക്കെ റെഡിയാക്കി അവളൊന്ന് കുളിപ്പിക്കാനൊക്കെ പറഞ്ഞു. കുളിപ്പിച്ച് ഭക്ഷണം കഴിച്ചെങ്കിൽ അവൾ ഉറങ്ങിയില്ല. 11 വീണ്ടും അവളെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി. അവൾ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അവൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സഹോദരനെ വിളിച്ചു, ഉമ്മയെ വിളിച്ചു മോത്തിക്ക് ഇതാരാ എന്നൊക്കെ വെറുതെ ആംഗ്യമൊക്കെ കാണിച്ച് ചോദിച്ചു. ഉമ്മയോടൊന്നും സംസാരിച്ചില്ല. അപ്പോഴേക്ക് പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും, പയ്യോളി ടൗണ് ചുറ്റും, ജംഗ്ഷൻ്റെ അടുത്താണ് ഈ പോലീസ് സ്റ്റേഷൻ, കോടതി നേരെ അപ്പോൾ ജംഗ്ഷനിൽ തന്നെ. ആകെ കൂടി കോടതിയിലും പോലീസ് സ്റ്റേഷനും ഇവിടെ ഹാജരാക്കുന്നുണ്ട് ആകെ ജനം. മജിസ്ട്രേറ്റ് ഒരു 12 മണിയായപ്പോൾ പ്രോസിക്യൂട്ടറെ വിളിച്ച് പറഞ്ഞു അത്രേ, ഉച്ചയ്ക്ക് ഞാൻ 2 മണിക്ക് കേസ് തീർക്കുകയാണ്, ഉച്ചയ്ക്ക് ശേഷം സിറ്റിംഗ് ഇല്ല, അപ്പോൾ 2:30 മണിക്ക് ആളുകളൊക്കെ പോയതിന് ശേഷം കക്ഷികളൊക്കെ പോയിക്കോട്ടെ, എന്നിട്ട് അവരെ ഹാജരാക്കിയാൽ മതി എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ അവളെ ചോദ്യം ചെയ്യുമ്പോൾ യാതൊരു രക്ഷയില്ല. ഞാൻ വടകര താലൂക്ക് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് സൈക്കോളജിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിക്കണം, അവൾ അബ്നോർമലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എഴുതി ആ സർട്ടിഫിക്കറ്റും വാങ്ങി നമ്മൾ നേരെ കോടതിയിൽ ഹാജരാക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ ആളുകൾ ഇങ്ങനെ ആകെ ചുറ്റും പോലീസിനെ ചുറ്റും നിർത്തി കോടതിയുടെ കോമ്പൗണ്ടിന് പുറത്ത് കയറാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു 2:30 3 മണിയായപ്പോൾ അവളെ ഹാജരാക്കുന്ന സമയത്ത് ആൾക്കാർ ഈ വണ്ടി പോകുമ്പോൾ കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വഴിയാക്കി കോടതിയിലെത്തിയിട്ട് മജിസ്ട്രേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവളൊന്നും പറയുന്നില്ല, വെറും അബ്നോർമാലിറ്റി. ചിരിക്കുകയോ കളിക്കുകയോ അവിടെയുള്ള മേശപ്പുറത്തുള്ള പേപ്പർ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. മജിസ്ട്രേറ്റ് പറഞ്ഞു വേഗം നിങ്ങൾ ചികിത്സിക്കുക, എന്താണോ അവിടുത്തെ ആശുപത്രിയിൽ പറയുന്നത് ആ ചികിത്സ ചെയ്യട്ടെ. നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ അവിടെ മെൻ്റൽ ആശുപത്രിയിൽ കാണിക്കാൻ പറഞ്ഞു. അവിടെ മെൻ്റൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവളെ മെൻ്റൽ ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ ഇത് CBIക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇത് CBIക്ക് ഏതാണ്ട് ഓർഡറായി. അതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിന് ഓർഡറാണെന്ന് പറഞ്ഞിരുന്നു. അതിന് മുമ്പ് CBIക്ക് ഓർഡറായി. ഇവർ സഹോദരനുമൊക്കെ കൂടെ കോടതിയിലും പോയിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് CBIക്ക് ഓർഡറാക്കി. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഭേദമായി ചോദ്യം ചെയ്യാന്നുള്ളതൊക്കെ അവളോട് ചോദിച്ചറിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഭർത്താവ് 2 കൊല്ലം കൂടുമ്പോഴേ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുള്ളൂ. ഇവൾ ചോദിക്കുമ്പോൾ കുട്ടികൾക്കുള്ള ചിലവിന് വേണ്ടി വളരെ ചുരുങ്ങിയ പൈസ മാത്രമേ അയച്ചു കൊടുക്കുള്ളൂ. ഇവളെ ചിലവിനും ബാക്കിയൊന്നും തികയില്ല, കുട്ടികളുടെ ഫീസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ ഇവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും ഒരു ദുബായ്ക്കാരൻ്റെ ഗൾഫുകാരൻ്റെ ഭാര്യ എന്നുള്ളതൊക്കെയുള്ള സംരക്ഷണമില്ല. ഒരു ദിവസം അവളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി പോകാമെന്ന് കരുതിയിട്ട് അവൾ പോകുന്ന സമയത്ത് കൊല്ലം എന്നുള്ള സ്ഥലത്ത് റോഡിൻ്റെ സൈഡിലാണ് ഇവരെ ഭർത്താവിൻ്റെ വീട് മൊയ്തീൻ്റെ. പോകുമ്പോൾ ബസ്സിൽ നിന്ന് നോക്കുമ്പോൾ ആ സിറ്റ് ഔട്ടിൽ ഭർത്താവിനെ പോലെ ഒരാൾ മൊയ്തീൻ നിൽക്കണ പോലെ അവൾക്ക് തോന്നി. അവൾ ഇങ്ങനെ സംശയം തീർക്കാമെന്ന് കരുതിയിട്ട് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങി. നേരെ തിരിച്ചു പോകുന്ന വടകരയ്ക്ക് പോകുന്ന ബസ്സിൽ അവിടുന്ന് കയറി വീണ്ടും ഈ വീടിന് മുമ്പിലൂടെ പോയി. അപ്പോൾ വീടിൻ്റെ പരിസരത്ത് ആരെയും കണ്ടില്ല. 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി. വീണ്ടും അതേ ബസ്സിൽ അവൾ കൊയിലാണ്ടിക്ക് പോയി. കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ വീണ്ടും വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ മൊയ്തീനൊന്നും കണ്ടില്ല. കൊയിലാണ്ടി അവിടെ ഇറങ്ങിയെങ്കിലും അവൾക്ക് ആശുപത്രിയിൽ പോകാൻ തോന്നിയില്ല. അവൾ ആശുപത്രിയിലൊന്നും പോയില്ല. അവൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി 2 ദിവസം അങ്ങനെ ആലോചിച്ചിരുന്നു. മൊയ്തീൻ വരും എന്നുള്ള നിലക്ക് 2-3 ദിവസം അവളിങ്ങനെ കാത്തിരുന്നു. ഫോൺ ചെയ്തപ്പോൾ അവിടെ വീട്ടുകാരാണ് വിളിക്കുക. മൊയ്തീൻ വന്നോ എന്ന് ചോദിക്കാൻ അവൾക്ക് മടി. ബാക്കി വിവരമൊക്കെ മൊയ്തീൻ്റെ ഉമ്മയോടൊക്കെ ചോദിക്കും. കാര്യങ്ങളൊക്കെ അറിയുന്നല്ലാതെ വേറൊരു വിവരമില്ല. ഭർത്താവ് വന്ന വിവരം ഉമ്മ ഇങ്ങോട്ടും പറഞ്ഞില്ല, അങ്ങോട്ടും പറഞ്ഞില്ല. അപ്പോൾ ഭർത്താവ് വന്നില്ലേ, ഉമ്മ മറച്ചു വെക്കുകയാണോ, അല്ലേ? വീണ്ടും അവളെ മനസ്സിങ്ങനെ പറയല്ല, വന്നിട്ടുണ്ട്, ഉമ്മ മറച്ചു വെക്കുകയാണ്, ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപൂർവമായ ഇടപെടലാണ് എന്ന് കരുതി ഒരാഴ്ച അങ്ങനെ നീണ്ടു നിന്നു. പിന്നെ അവളൊരു ദിവസം സുപ്രഭാതത്തിൽ പൈസയൊന്നും കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് എടുത്തിട്ട് അവൾ 2 ഡ്രസ്സും കുട്ടികളൊക്കെ എടുത്തിട്ട് നേരെ പയ്യോളി റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ വിളിച്ചു. പയ്യോളി റെയിൽവേ സ്റ്റേഷനിൽ പോയി. കിട്ടിയ ട്രെയിന് നേരെ ഷൊർണൂർക്കാന്ന് പറഞ്ഞു. നേരെ ഷൊർണൂർ കയറി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വെറുതെ ഭർത്താവിനെ ഇന്ന് പേടിപ്പിക്കാനേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് കുറച്ച് നേരം ഇരുന്ന് കുട്ടികൾക്ക് എന്തൊക്കെയുള്ള പൈസയൊക്കെ വാങ്ങിക്കൊടുത്തു.
അവിടുന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരിച്ച് വേറെ ട്രെയിൻ വരുന്നുണ്ടു. അത് മംഗലാപുരം ഭാഗത്തേക്കാന്ന് കേട്ടു. കൊയിലാണ്ടിയുടെയും പയ്യോളിയുടെയൊക്കെ അടുത്തു കൂടെയാണല്ലോ പോവുക എന്ന് കരുതിയുകൊണ്ട് നേരെ അവൾ വീണ്ടും അത് പോയി. അങ്ങനെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രിയായപ്പോൾ അവിടെ വെയിറ്റിംഗ് റൂമിൽ കുട്ടികളും കാത്തിരുന്നു. റെയിൽവേ പോലീസ് വന്നു. എങ്ങോട്ടാന്ന് ചോദിച്ചു. രാവിലെ ഇങ്ങനെ പയ്യോളി പോകാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിൻ ഇനിയിപ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ലോക്കൽ ട്രെയിൻ ഇല്ലല്ലോ, അപ്പോൾ രാവിലെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അവിടെ കിടന്നു എന്ന് പറഞ്ഞു. സ്ഥലം കാണിച്ചു തന്നു. സുരക്ഷിതമായിട്ട് അവിടെ കിടന്നു. കുട്ടികൾക്കുള്ള പൈസ ഉണ്ടെന്നൊക്കെ വാങ്ങിക്കൊടുത്തു. അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു ട്രെയിനിൽ നേരെ എറണാകുളം വരെ പോയി. ആരും അങ്ങനെ കണ്ടില്ല. എറണാകുളത്ത് എത്തി. അവിടെ എത്തുന്ന സമയത്ത് അവിടെ പത്രം പ്ലാറ്റ്ഫോമിൽ കണ്ടു. ആരോ ഒഴിവാക്കിയിട്ടായിരുന്നു. ആ പത്രത്തിൽ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ന്യൂസായിട്ട് ഇങ്ങനെ ഒരു ഉമ്മയെയും 2 കുട്ടികളെയും കാണാനില്ല എന്നുള്ള വിവരം ഉള്ളതായിട്ട് കണ്ടു. പിന്നെ വീണ്ടും അവിടുന്ന് നേരെ ഒരു ട്രെയിൻ വന്നു. നേരെ കയറി. അതിന് ബാംഗ്ലൂരിലാണ് ഇറങ്ങിയത്. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ബാംഗ്ലൂരിൽ ഇറങ്ങി. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു എന്താ നിൽക്കണമെന്ന്. എനിക്ക് ജോലി വേണം, 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു സ്ത്രീയാണ് പിന്നെ വന്നത്. ഒരു 45 വയസ്സിലൊരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നു, നീ ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പോൾ വണ്ടി കൊണ്ട് വരും, നീ അങ്ങോട്ട് വന്നാൽ മതി. എനിക്ക് ക്ലീനിങ്ങും മുറിവ് വൃത്തിയാക്കാനൊക്കെ അറിയില്ല വെച്ചാൽ അത് അറിയാമെന്ന് പറഞ്ഞു. കുക്കിംഗ് അറിയാം വെച്ചാൽ അറിയാമെന്ന് പറഞ്ഞു. തൽക്കാലം ഇപ്പോൾ അതാണ് വേണ്ടി വരികയെന്ന് പറഞ്ഞു. നേരെ കൊണ്ടുപോയി ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി തൽക്കാലം അവിടെ താമസിച്ചു. ഞാൻ താമസിക്കേണ്ട തൊട്ടടുത്ത റൂമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നു. 2 ദിവസം കുട്ടികൾക്കും അവൾക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. ഇപ്പോൾ ജോലി ശരിയാവും, ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് 3-ാമത്തെ ദിവസം അവൾ പറഞ്ഞു നമുക്കൊന്ന് ബോംബെ പോകണം, ഇവിടെ ഇപ്പോൾ പണിയില്ല അത്രേ, ബോംബെ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെയിലേക്ക് ട്രെയിനിൽ കുട്ടികളെയും കയറ്റിപ്പോയി. കൂടെയുള്ള സ്ത്രീയെ പരിചയപ്പെട്ടു. ലക്ഷ്മി എന്നാണ് പേര് എന്ന് അവൾ സ്വയം പറഞ്ഞു. വീട് ബോംബെയിലാണെന്ന് പറഞ്ഞു. കന്നഡയും ഹിന്ദിയൊക്കെ മറാഠിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവിടെ എത്തി. അവിടെ ഒരു സ്ഥലത്ത് താമസിച്ചു. പിറ്റേ ദിവസം 3 പേര് വന്നു. മഹേഷെന്നോ എന്തൊക്കെ പേരുണ്ടായിരുന്ന 3 പേരാണ്. അവർ വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞു ജോലി ഞങ്ങളാക്കി തരാം, അത് നിനക്ക് ഇന്ന ശമ്പളമാണ് കിട്ടുക എന്ന് ഒരു ശമ്പളം അവർ പറഞ്ഞു. അത് ജോലിക്കനുസരിച്ചാണ് ശമ്പളം കിട്ടുക. അത് ഞങ്ങൾ ആഴ്ചക്ക് 1 ദിവസമായിട്ട് തരും. ഇത് ഞങ്ങൾ തരുന്നത് ടെക്സ്റ്റൈൽസ് ഐറ്റം തുണിത്തരങ്ങളാണ്. അവർ ബാഗിലാക്കി തരും. ഞങ്ങൾ പറയുന്ന ആളുകൾക്ക് അവിടെ കൊടുക്കുക. ഞങ്ങൾ അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ ഡ്രസ്സ് അതുപോലെ കോഡ് ഭാഷ ഉണ്ടാവും, ആ ഭാഷയോട് കൊടുക്കുക. അവർ പറയുന്ന കോഡ് വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന ലക്ഷ്മിയെ അറിയിച്ചാൽ മതി. ലക്ഷ്മി കൂടെ താമസിക്കും. കുട്ടികളെ ലക്ഷ്മി നോക്കും. ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് കുട്ടികളെ ഡേ കെയറിൽ ഏൽപ്പിച്ചോളും. കുട്ടികളുടെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട, ആഴ്ചയിൽ 1 ദിവസം നിനക്ക് വന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കാം. അങ്ങനെ ജോലി ചെയ്തു തുടങ്ങി. ഈ ടെക്സ്റ്റൈൽസ് ബാഗുകൾ പലതരത്തിലുള്ള ബാഗുകളാണ്, തൂക്കി പിടിക്കാവുന്ന ബാഗുകളാണ്. അത് സാധാരണ പലതരത്തിലുള്ള കളറുകളുള്ള ബാഗുകൾ, അത് സിബൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത ബാഗുകൾ തരും. അത് അവൾ ബോംബെ കൊണ്ടുവരുന്നുണ്ട്. ഡൽഹി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്. അങ്ങനെ ട്രെയിനിലൂടെയുള്ള യാത്രയാണ് ഇവൾക്ക് മെയിനായിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. പല സ്ഥലത്തും അങ്ങനെ യാത്ര ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ബോംബെയിൽ വന്നു. ബോംബെയിൽ വന്ന് റൂമിൽ നോക്കുമ്പോൾ ലക്ഷ്മി ഇല്ല. ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ അവിടെ ഇല്ല, നീ പിന്നെ ജോലി ചെയ്ത കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവർക്കൊരു ഡേ കെയർ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഡേ കെയറിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുകയാണ്, അപ്പോൾ ചിലപ്പോൾ നാളെ തന്നെ അവർ ഡേ കെയറിലാക്കും, എന്നിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവൾ ജോലിക്ക് പോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ലക്ഷ്മിയെ വിളിക്കുന്നു. സഫൂറ കുട്ടികളെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ നിൻ്റെ റൂമിലേക്ക് വരാമെന്ന്. കുട്ടികളെ വേറെ ഡേ കെയറിലാക്കിയിട്ടുണ്ട്, ലക്ഷ്മി വേറെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. ശരി, ഇന്ന ദിവസം കാണാമെന്ന് പറഞ്ഞ് അവിടെ റൂമിൽ വന്നപ്പോൾ ലക്ഷ്മി വന്നില്ല. ഈ 3 പേരിൽ മഹേഷ് വന്നു. മഹേഷ് വന്നിട്ട് കുറേ ഉപദ്രവിച്ചു.
നീ പറയുന്ന പണി ചെയ്താൽ മതി, നിൻ്റെ കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, നിന്നെയും സംരക്ഷിക്കണ്ടേ, നീ ഇപ്പോൾ ഈ പണിയും ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കുറേ ഉപദ്രവിച്ചു. മറ്റെന്തെങ്കിലും വന്നാൽ നിന്നെ ഞങ്ങൾ വേണ്ടാത്ത കേസുകളിലൊക്കെ പെടുക്കും, നീ വേശ്യയാണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് പറയും, നീ മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ എനിക്ക് പ്രിഫറൻസ്, കുട്ടികളെ കാണണം എന്നുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കുട്ടികളുടെ ജീവനല്ലേ വലുത് എന്ന് കരുതി അവർ പറയുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. സഫൂരയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ തുണി കച്ചവടം എന്ന് പറഞ്ഞിട്ട്, ടെക്സ്റ്റൈൽ കച്ചവടം എന്ന് പറഞ്ഞിട്ട് തുണി ബാഗിലാക്കി ആൾ മുഖേന കൊണ്ടുപോകുന്നതിന് പകരം അത് കൊറിയർ അയച്ചാൽ പോരെ, അങ്ങനെ നീ ആരോട് ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നീ ആ ലക്ഷ്മിയോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ലക്ഷ്മി അതൊക്കെ മഹേഷേട്ടൻ പറയും എന്ന് പറഞ്ഞു. അങ്ങനെ മഹേഷ് വന്നപ്പോഴാണ് പറഞ്ഞത്, ഇതിലെന്താണ് ഏതാണെന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമല്ല, അതിൽ പലതും ഉണ്ടാവും, ചിലപ്പോൾ പൈസയാവും, അല്ലെങ്കിൽ മയക്കുമരുന്നാവും, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല, നിൻ്റെയും കുട്ടികളുടെയും ജീവിതം വളരെ സുരക്ഷിതമാവും, അത് നീ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ മയക്കുമരുന്നും ഉണ്ടാവും എന്ന് പിന്നീട് ഞാനും ഊഹിച്ചു. ഞാൻ തുറന്നു നോക്കിയിട്ടൊന്നുമില്ല. എൻ്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും ആ ഡേ കെയർ കണ്ടെത്തി എനിക്ക് കുട്ടികളെ കൊണ്ട് രക്ഷപ്പെടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വാടക അവർ കൊടുക്കും, ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു തരും, അല്ലാതെ യാത്രക്കുള്ള പൈസ മാത്രമേ ഉള്ളൂ. കൂടുതൽ പൈസ ഒന്നും അവർ തന്നിരുന്നില്ല. എനിക്കുള്ള പൈസയൊക്കെ ഒന്നിച്ച് 6 മാസം ആകുമ്പോൾ തരാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ചോദിച്ചു, ബോംബെയിലെ കുട്ടി മരണപ്പെട്ടത് നീ കേട്ടോ? ഞാനത് കേട്ടില്ല. പിന്നീട് ഒരു ദിവസം എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോകാതിരുന്നപ്പോൾ 3 ദിവസത്തിലപ്പുറം സുഖമില്ലാതെ റൂമിലിരുന്നപ്പോൾ മഹേഷ് വീണ്ടും വന്നു. എന്താ അസുഖം എന്ന് ചോദിച്ചു. തലവേദനയാണെന്ന് പറഞ്ഞു. അല്ല നീ അഭിനയിക്കുകയാണെന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ നാളെ പണിക്ക് പോകണമെന്ന് പറഞ്ഞു. നിൻ്റെ കുട്ടികളെ കാര്യമാണെന്ന് ചോദിച്ചു. അല്ല, കുട്ടികളെ കാര്യം ഇതിങ്ങനെ മലയാള പത്രത്തിൽ വന്നിട്ടുണ്ട്, ഇതാ കണ്ടിട്ടാണോ നീ പറയാതെ, എൻ്റെ കുട്ടിയൊന്നും അല്ല എന്ന് മഹേഷ് എനിക്ക് കാണിച്ചു തന്നു. ഞാനൊന്ന് നോക്കി, പെട്ടെന്ന് കുട്ടിയുടെ ആ കിടക്കുന്ന രൂപയെ കണ്ടിട്ടുള്ളൂ, ഫോട്ടോ അത്ര വ്യക്തമല്ലായിരുന്നു. എൻ്റെ കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ എനിക്ക് ആ സ്ത്രീയെ എങ്ങനെയെങ്കിലും കാണണം, ലക്ഷ്മിയെ കാണണം എന്നുണ്ടായിരുന്നു. പിന്നെ തീരെ കണ്ടിട്ടില്ല. പിന്നെ അവൾ ഫോണും എടുക്കാതെയായി. പിന്നെ വീണ്ടും അവരെന്നെ കൊണ്ട് പല സ്ഥലത്തും ഇതേപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ബോംബെയിൽ ഈ സുഖമില്ല എന്നുള്ള ആ ഇത് പറഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ബാംഗ്ലൂരിലേക്ക് മാറ്റി, താമസം ബാംഗ്ലൂരിലാക്കി. ഓരോ ആഴ്ച കഴിയുമ്പോഴും താമസം പല സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. മജസ്റ്റിക് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ സിയനെ കാണാൻ വന്നിരുന്ന ആളുകളൊക്കെ മഹേഷിൻ്റെ ആളുകളായിരുന്നിരിക്കാം. പക്ഷെ മഹേഷൊന്നും അവിടെ വന്നിട്ടില്ല. അവർ വലിയൊരു റാക്കറ്റാണ്. ആ റാക്കറ്റിൻ്റെ മുമ്പിൽ സാറിന് എന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടി നഷ്ടപ്പെട്ടത് അറിഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങനെ മലയാള സമാജം ആളുകൾ ഇങ്ങനെ പറയുന്നു കേട്ടു, 2 കുട്ടികളെ കൊന്നോളല്ലടി നീ എന്നൊക്കെ ആയിക്കൂടെ പുറത്തുകൂടെ നടന്നിട്ട് ജനങ്ങളുടെ ഉള്ളിൽ കൂടെ വിളിച്ച് പറയുന്നവർ കേട്ടു. അപ്പോൾ എൻ്റെ 2 കുട്ടികളും മരിച്ചോ എന്ന് ഞാൻ സംശയിച്ചു. അതുവരെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. 2 കുട്ടികളെ കൊന്ന സ്ത്രീയാണ്, ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നുണ്ടില്ലേ, മുടിയൊക്കെ ബോബ് ചെയ്തിട്ട് എന്നിങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം എൻ്റെ 2 കുട്ടി മരണപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ 2 കുട്ടികളെ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ആര് വന്നാലും കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കില്ല. അവരത്രയും വലിയ റാക്കറ്റാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഭിനയിച്ചത്. ഇവിടെ ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം അഭിനയിക്കുകയല്ല, എൻ്റെ പിടുത്തം വിട്ടുപോയി. കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മയെ കണ്ടു. അങ്ങനെ ഉമ്മയെ കണ്ടെങ്കിലും അത് ഞാൻ പകുതി ഓർമ്മയിലാണ് കാണുന്നത്. എനിക്ക് ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം എന്നല്ലേ വന്നതാവും. ഞാൻ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്തതെന്നറിയില്ല. അപ്പോൾ ഞാനത് സെക്സിൻ്റെ പണിക്ക് ഉപയോഗിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അതിന് ഒരിക്കലും അവർ ഉപയോഗിച്ചില്ല. ആ കാര്യത്തിൽ വളരെ ഡീസൻ്റാണ് അവർ എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ അതിനുപയോഗിച്ചാൽ ഇതിന് കിട്ടില്ല എന്ന് കരുതിയിട്ടാവും നന്നായി ഡ്രസ്സ് ചെയ്ത് നല്ല മേക്കപ്പ് ചെയ്തിട്ടാണ് എന്നെ വിടാറ്. ആർക്കും ഒരു സംശയവും തോന്നില്ല. ആ രീതിയിൽ ഹീലുള്ള ചെരുപ്പും ജീൻസൊക്കെ ഇട്ടിട്ട് ചില ദിവസം വിടും. നല്ല മേക്കപ്പ്. അതിനുവേണ്ടി ചില ദിവസങ്ങളിൽ എവിടെയെങ്കിലും പോയി മേക്കപ്പ് ചെയ്യാൻ തന്നെ പറയും. അവരുടെ നിയന്ത്രണത്തിലുള്ള ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മേക്കപ്പ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ചോദ്യം ചെയ്തതിന് ശേഷം ഓരോ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അവളിങ്ങനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് അത് മൊയ്തീൻ എന്ന ഭർത്താവിൻ്റെയും സഹോദരൻ്റെയും അപേക്ഷ പരിഗണിച്ച് ഹൈക്കോടതി CBIക്ക് കേസ് വിട്ടു. പിന്നെ CBI ആണ് ഏറ്റെടുത്തത്. CBIയും ഒരു തവണ മാനസികാരോഗ്യ ആശുപത്രിയിൽ പോയിട്ട് അവളെ ചോദ്യം ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പിന്നീട്
അവളുടെ അസുഖം ഭേദമായതിനു ശേഷം CBI അവളെ റിപ്പോർട്ട് കൊടുത്ത് വാങ്ങി കോടതിയിൽ ഹാജരാക്കി അങ്ങനെ റിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് CBIയുടെ ആ റിമാൻഡ് പീരീഡ് എറണാകുളത്തേക്ക് മാറിയിരുന്നു. പിന്നീട് അവൾ ജാമ്യത്തിൽ ഇറങ്ങി എന്നാണ് അറിവ്. ഈ കേസിനെക്കുറിച്ച് ആരാണ് ഈ മഹേഷ്, ആരാണ് ലക്ഷ്മി എന്നുള്ള കാര്യത്തിൽ CBI അന്വേഷിച്ചിരുന്നു. എന്തൊക്കെ വിവരങ്ങൾ എനിക്കറിയും അല്ലെങ്കിൽ എൻ്റെ സ്ക്വാഡിന് അറിയും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി CBI എന്നെ ചോദ്യം ചെയ്തിരുന്നു. എനിക്കും ആ കാര്യത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല. അവർ കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഈ കേസ് ബോംബെ CBI കോടതിയിൽ വിചാരണയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ സാക്ഷിയായിട്ട് എന്നെ വിസ്തരിക്കാൻ വേണ്ടി സമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ ഹിയറിംഗ് എന്നുള്ള ആൾക്ക് അത് നീട്ടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ സഫൂറ എന്ന ഉമ്മയെ മാത്രം പ്രതിയാക്കി കുട്ടികളുടെ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള കേസാണ് ആ CBI അവിടെ കുറ്റപത്രം കൊടുത്തതായിട്ട് എനിക്ക് ചാർജ് ഷീറ്റിൽ നിന്ന് മനസ്സിലായത്. ഈ കുട്ടികൾ ഏത് രീതിയിൽ മരണപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമാണ്. സയനൈഡ് പോലത്തെ ഏതെങ്കിലും വിഷവസ്തുക്കൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ കൊടുത്ത് ഈ കുട്ടികളെ കൊന്നതാവാനുള്ള ചാൻസ്. 48 മണിക്കൂറിനുള്ളിൽ അതിനുള്ള തെളിവ് ആന്തരിക അവയവങ്ങളിൽ പോലും നശിച്ചു പോകും. അതുപോലെ ബോംബെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെയും അതുപോലെ ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെയും അന്വേഷണ ഉദ്യോഗസ്ഥർ അത് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ അവരൊരു സാധാരണ അസ്വാഭാവിക മരണം എന്നുള്ള രീതിയിൽ മാത്രമേ അവനെ കണ്ടുള്ളൂ. ഇത്തരത്തിൽ ഒരു തെളിവുകളൊന്നും അവർക്ക് ശേഖരിക്കാൻ തോന്നിയില്ല. അതിൽ നമ്മൾക്കും അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയത് ലോക്കൽ ആശുപത്രിയിലാണ്. ആന്തരിക അവയവങ്ങൾ അവർ സാധാരണ ചെയ്യുന്ന പോലെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൽ വിഷാംശങ്ങളൊന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ എക്സ്യൂം ചെയ്തിട്ട് പുറത്തെടുത്തിട്ട് ബോഡി പരിശോധിക്കുക എന്നുള്ളതിൻ്റെ സ്കോപ്പ് പിന്നീട് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുമ്പോൾ അത് ഏത് ഭാഗത്താണ് മറവ് ചെയ്തതെന്നുള്ളതിന് വ്യക്തമായ തെളിവും കാര്യങ്ങളൊന്നും നമുക്കത് കിട്ടാത്തതുകൊണ്ട് പിന്നീട് അതിനുള്ള സ്കോപ്പും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് CBI അതിന് ശ്രമിച്ചതാണ്, അതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ DNA പോലത്തെ ശാസ്ത്രീയമായ തെളിവുകൾ കിട്ടുമോ എന്ന്, ഈ കുട്ടികൾ മരിച്ചത് ഇത് തന്നെയാണോ എന്നുള്ളത് CBI നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിവ്. അത് എത്രത്തോളം എത്തി എന്നുള്ളത് ആ ഫയൽ നോക്കിയാലേ പിന്നെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അതിൽ സഫൂറ മാത്രമേ ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ളൂ. ഈ ഗ്യാങ്ങിനെ കുറിച്ച് ഒരു വിവരം ഇതുവരെ കിട്ടിയതായിട്ട് അറിവില്ല. ബാഗിൽ സ്വയമായിട്ട് ബേബി കരുതി വെച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ആണ് ബേബിക്ക് തന്നെ വെട്ടേറ്റിട്ടുള്ളത്. അപ്പോൾ ബേബിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ബേബിയുടെ ബാഗിലെ കത്തി കിട്ടിയ ആൾ അതുകൊണ്ട് ഉപയോഗിച്ചാണ് ബേബിയെ അങ്ങോട്ട് വെട്ടിയിട്ടുള്ളത്. കഴുത്തിന് 2 സൈഡിലും വെട്ടിയിട്ടുണ്ട്. വലത് കൈയും ഇടത് കൈയും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെട്ടാണ് ഉള്ളത്. ഈ വെട്ടിയത് ഏത് രീതിയിലാണ് ബേബി അവിടെ കയറിപ്പോയത്